സംസ്ഥാനത്തെ വന്യജീവി വിഷയത്തിലും ഭൂപ്രശ്നങ്ങളിലും പരിഹാരം ആവശ്യപ്പെട്ട നടപടി കടുപ്പിക്കാൻ ഒരുങ്ങി സ്വതന്ത്ര കർഷക സംഘടനകൾ. ഇതിന്റെ ഭാഗമായി മെയ് 10, 11 തീയതികളിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കും. 100ഓളം സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും. ഇതുമായി ബന്ധപ്പെട്ട യോഗം മറയൂരിൽ നടന്നു. ഇടുക്കി ജില്ലയിലെ അടക്കം സംസ്ഥാനത്ത് ഭൂപ്രശ്നങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. മെയ് 10, 11 തീയതികളിൽ മൂവാറ്റുപുഴയിൽ മഹാപഞ്ചായത്ത് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മറയൂരിൽ യോഗം ചേർന്നു. നിലമ്പൂർ മുൻ MLA PV അൻവർ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയത് ആദ്യം നമ്മൾ ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഘടനകൾ തമ്മിൽ യോജിക്കാൻ പറ്റാത്ത വിധമുള്ള ചില പ്രവർത്തികൾ. ഈ സംഘടനകൾ ശക്തിപ്പെട്ടാൽ ചില ആളുകളുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുന്നതും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമെന്നും മനസ്സിലാക്കുന്ന ചില രാഷ്ട്രീയ സംഘടനകൾ ഇതിൽ ഒളിഞ്ഞു തിരിഞ്ഞൊക്കെ ഇടപെടുന്നുണ്ട്. ഒരിക്കലും നമ്മൾക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു മേഖല ഇല്ലാതെയാക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരത്തിലും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പെട്ടുപോയിട്ടുള്ള കുറേ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പം അതാണ് നമ്മൾ ആദ്യം നമ്മുടെ അകത്ത് റെക്ടിഫൈ ചെയ്യേണ്ട ഏരിയ. പ്രാദേശിക സ്വതന്ത്ര സംഘടനകൾ ഉൾപ്പെടെ 100ഓളം കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും. കടലോര മേഖലയിൽ CRZ-നെതിരെ ശബ്ദമുയർത്തുന്ന സംഘടനകളും മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും. ആദിവാസി ഇടങ്ങളിലെ ആളുകളെയും തോട്ടം തൊഴിലാളികളെയും മഹാപഞ്ചായത്തിന്റെ ഭാഗമാക്കാൻ കർഷക സംഘടനകൾ നീക്കം നടത്തുന്നുണ്ട്. 2 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാപഞ്ചായത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും ദേശീയ നേതാക്കളും വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊപ്പം പരിസ്ഥിതി വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളും മഹാപഞ്ചായത്തിൽ ചർച്ച ചെയ്യും. മഹാപഞ്ചായത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിലപാടുകളും പ്രശ്നപരിഹാരങ്ങളും കർഷക സംഘടനകൾ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന് സമർപ്പിക്കും. രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന വിവിധ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാകും വരുന്ന നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കർഷക സംഘടനകൾ നിലപാട് സ്വീകരിക്കുക. മറയൂരിൽ നടന്ന യോഗത്തിൽ അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരവേലിൽ അധ്യക്ഷനായിരുന്നു. വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു.